എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരൊക്കെ മൂവി കണ്ടത്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബിക്കോസ് ഓഫ് ലീഡ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ഒരു നല്ല മൂവിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്ന ഡയറക്ടർ എടുത്തും ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ അടുത്തും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയാണ്. സോ ഹെയർ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. ഒരു ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് അങ്ങനെ വ്യത്യസ്തമായ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നല്ലൊരു മൂവി ആയിരിക്കും. എല്ലാവരും കാണാം. എക്സ്പീരിയൻസ് എന്താ പറയാനുള്ള പാട്ട് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ കൂടെ കാണാൻ താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എന്തൊരു മെസ്സേജ് കൊടുക്കും? നല്ലൊരു സമകാലിക വിഷയത്തെ എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് പുതുമുഖങ്ങളെ അണിനിരത്തി വളരെ നല്ല രീതിയിൽ ചെയ്തു. പെർഫെക്റ്റ് ഫിലിം. ശ്രീ സാറായാലും ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. അത് ആ സിറ്റുവേഷന് ചേരുന്ന വിധത്തിൽ മനോഹരമായിട്ട് ആവിഷ്കരിച്ചു. ഒരു സമകാലിക പ്രസക്തമായിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ റഹീം സാറിൻ്റെ റോൾ, അതായത് കേന്ദ്ര കഥാപാത്രം അത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ രണ്ട് നല്ല കവിതകളുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകൾ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഓരോ കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒറ്റപ്പെട്ടവരുടെ അവസാനം ഒറ്റപ്പെട്ടവർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച വളരെ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. നല്ലൊരു സിനിമ. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ തരക്കേടില്ലായിരുന്നു എന്നതായിരിക്കും. ഭയങ്കര വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ഹിറ്റാവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളൊരു ഞാനൊക്കെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. നമ്മൾക്ക് എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടേതായിട്ടുള്ള കുഞ്ഞൊരു ലൈഫ് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിക്കാനോ മറ്റുള്ളവരുടെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള എന്നെ പോലൊരാൾക്ക് ഞാൻ അതിൻ്റെ ഒരു ഇൻ്റർവെൽ ടൈമിൽ അത് കൊണ്ട് നിർത്തിയൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം പലരും പുറത്ത് പറയാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇതിൽ കൂടി പറയുന്നുണ്ട്. അത് മാത്രമല്ല രക്തബന്ധങ്ങളെക്കാട്ടിയും സ്നേഹബന്ധങ്ങളുടെ വില പറയുന്നുണ്ട്. എന്നുവെച്ചാൽ രക്തബന്ധങ്ങൾക്ക് വിലയില്ലാന്നല്ല, പക്ഷേ രക്തബന്ധങ്ങളാണ് അതേപോലത്തെ സ്നേഹം കാണിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എത്ര ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ്, എത്രത്തോളം നമ്മുടെ ജീവിതം മനോഹരമാവും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നൊരു മെസ്സേജ് ഉണ്ട്, അത് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ്. ആ ലാസ്റ്റ് പറയുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൂടെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ഭയങ്കര സുന്ദരമാവും എന്നുള്ളതാണ്